ഹായ്, ഇന്ന് നമുക്കിത് ഈ വീതി കുറഞ്ഞ ഒരു റിബൺ എടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബീഡ്സ് പല കളറിലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു റിംഗ് ടൈപ്പാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാറ്റിൻ റിബണിൻ്റെ ഹെഡ് ബാൻഡ്. ഇത്രയും എടുത്തിട്ടാണ് ഇന്നൊരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ റിബൺ ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ബീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുമിച്ചാക്കി മടക്കുന്നത്. അതിനുശേഷം നമ്മുടെ ബീറ്റൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്കിടാം. വേണമെങ്കിൽ ഒരുപോലത്തെ കളർ എടുക്കാം, അല്ലെങ്കിൽ പല കളറാവാം. ഇതിപ്പോൾ ഇത്തിരി ഉള്ളു കണ്ടോ, അത്യാവശ്യം നല്ല വീതിയുള്ളതാണ്. അപ്പോൾ കയറാനായിട്ട് ബുദ്ധിമുട്ടില്ല. അങ്ങനെ നമുക്കിത് കുറച്ച് അധികം ബീറ്റുകൾ നമുക്കിതിലിങ്ങനെ കോർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ബീറ്റുകൾ കോർത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിബൺ എടുത്തിട്ട് നമ്മുടെ ഹെഡ് ബാൻഡില്ലേ അതിൽ നല്ല ടൈറ്റായിട്ട് മുറുക്കി കെട്ടിക്കൊടുക്കുക. 1-2 തവണ കെട്ടി നന്നായിട്ട് മുറുക്കി കെട്ടിക്കൊടുക്കുക കേട്ടോ. ഇനി കെട്ടിക്കൊടുത്ത ശേഷം ഇതുപോലെ ബീറ്റ് എടുക്കുക. ഇതുപോലെ നമ്മുടെ വിരലിൽ ചുറ്റിയിട്ട് ആ ചുറ്റിയ ഭാഗം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെഡ് ബാൻഡിലേക്ക് ഇടാം. എന്നിട്ട് ഈ ബീറ്റിനെ ഒന്ന് നേരെയാക്കി ആ റിബണിൽ ഇതുപോലെ വെക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോ ബീറ്റും ചെയ്യാം. ഇങ്ങനെ ബീറ്റ് വെച്ച ശേഷം നല്ലപോലെ വലിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് എല്ലാം ലൂസായി പോകും. അപ്പോൾ നമ്മൾ അടുത്ത ബീറ്റ് പിന്നെയും ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഇത് പിന്നെയും ലൂസാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓരോ ബീറ്റ് ഇതുപോലെ ചെയ്ത് കഴിയുമ്പോഴും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ടൈറ്റ് ചെയ്യുക. നല്ല പോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കെട്ടിടാം. അപ്പോൾ നമുക്ക് ഇത് ഒരു കത്രിക വെച്ച് കുറച്ച് അങ്ങോട്ട് നീക്കി നമുക്ക് ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് കെട്ടിടാം കേട്ടോ. നല്ലോണം വലിച്ചു പിടിച്ച് കെട്ടിടാം. അങ്ങനെ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടി. ഇനി നമുക്ക് ബാക്കി ബാലൻസ് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ശേഷം നമുക്ക് നല്ല പോലെ ഹീറ്റ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ആ ഭാഗത്ത് തന്നെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അത് അഴിഞ്ഞു പോരില്ല. അടുത്ത ഭാഗം അതുപോലെ തന്നെ ചെയ്യാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കളർഫുള്ളായ ഒരു ഹെയർ ബാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്